പറഞ്ഞു, ഹൂ ടോൾഡ് യു എന്ന് ലോകത്തോട് പറയുക, ചിന്തകളോട് പറയുക. യഹോവ ആദമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹൂ ടോൾഡ് യു ദാറ്റ് യു വെർ നേക്കഡ്? ആര് പറഞ്ഞു നീ നഗ്നനാണെന്ന്? നമുക്കറിയാം, ദൈവം ആദമിനോട് പറയുന്നത്, ഏദൻ തോട്ടത്തിലെ എല്ലാ വൃക്ഷത്തിൻ്റെയും ഫലങ്ങൾ നിങ്ങൾ കഴിക്കാം, പക്ഷെ നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തെക്കുറിച്ചുള്ള ഫലം നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ടീം എനിമി പാമ്പിൻ്റെ രൂപത്തിൽ ഹൗവയോട് പോയി പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ദൈവം പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കള്ളമാണ് ടീം എനിമി പോയി പറയുന്നത്. ഈ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചാൽ നിങ്ങൾ തീർച്ചയായും മരിക്കത്തില്ല എന്ന് പറയുന്നു. ഇത് മാത്രമല്ല, കുറച്ച് എക്സ്ട്രയും കൂടി ഇട്ട് പറയുന്നു. എന്ന് വെച്ചാൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നിങ്ങൾ നന്മ തിന്മകളെ തിരിച്ചറിയുമെന്നും നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്നും പറഞ്ഞ് കുറച്ച് പൊലിപ്പിച്ചൊക്കെ ചെന്ന് പറയുന്നുണ്ട്. ഇതിന് ശേഷം ദൈവം ആദമിനോട് ചോദിക്കുന്നതാണ്, ഹൂ ടോൾഡ് യു? ആരാണ് നിന്നോട് ഈ നുണകളൊക്കെ വന്ന് പറയുന്നത്? ബൈബിളിൽ ടീം എനിമിയെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഫാദർ ഓഫ് ലൈസ് എന്നാണ്. ടീം എനിമിയുടെ ഏറ്റവും വലിയ ക്യാരക്ടറാണ് ദൈവം പറഞ്ഞിരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കള്ളങ്ങൾ പറയുക. കള്ളം പറഞ്ഞ് ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിൻ്റെ രക്ഷയിൽ നിന്നും പിന്തിരിപ്പിക്കുക. പലതരത്തിലുള്ള ലോകത്തിൻ്റെ ജ്ഞാനങ്ങൾ ഇന്ന് സാത്താൻ്റെ കള്ളങ്ങളാണ്. ടീം എനിമിയുടെ കള്ളങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമുള്ളൂ, ദൈവത്തിൻ്റെ വചനങ്ങളിൽ നിന്നുള്ള സത്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ദൈവത്തിൻ്റെ വചനമാണ് ശരി എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ ഹൂ ടോൾഡ് യു എന്ന് നമ്മളോട് സാത്താൻ പറയുന്ന കള്ളങ്ങൾക്കെതിരെ തിരിച്ചു ചോദിക്കാൻ നമുക്ക് കഴിയും. പക്ഷേ അതിന് നമുക്ക് റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ്, റൈറ്റ് നോളജ് ആവശ്യമാണ്. ബൈബിളിലെ വാക്യങ്ങൾ കാണാതെ പഠിക്കുകയല്ല ബൈബിൾ ജ്ഞാനം എന്ന് പറയുന്നത്. ഇന്നും ദൈവത്തിൻ്റെ മക്കളെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, ദൈവത്തിൻ്റെ രക്ഷയിൽ നിന്നും അവരെ മാറ്റി നിർത്താൻ സാത്താൻ പല തന്ത്രങ്ങളും ഉപയോഗിച്ച് പലരെയും ഉപദ്രവിക്കാറുണ്ട്. പക്ഷേ സാത്താൻ്റെ തന്ത്രങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വളരെ ഈസിയാണ്. ഹൂ ടോൾഡ് യു എന്നൊരു ചോദ്യം ചോദിക്കുക. ഫോർ എക്സാമ്പിൾ, ഡോക്ടർമാർ നിങ്ങൾക്കൊരു റിപ്പോർട്ട് തരികയാണ്, മാറാത്ത രോഗം, മാരക രോഗം. ഇത് ലോകത്തിൻ്റെ ജ്ഞാനമാണ്. രോഗങ്ങൾ മാറത്തില്ല എന്ന് പറയുന്നത് ലോകത്തിന് ജ്ഞാനമാണ്. ബൈബിൾ എന്താണ് പറയുന്നത്? ദൈവം എന്താണ് പറയുന്നത്? ഐ ഹീൽ മൈ പീപ്പിൾ. എൻ്റെ ജനത്തെ ഞാൻ സൗഖ്യമാക്കും. ദർ ആർ നോ കണ്ടീഷൻസ്. ഏത് തരത്തിലുള്ള രോഗവും ദൈവത്തിന് സൗഖ്യമാക്കാൻ ഒരു പ്രയാസവുമില്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ്. ഇങ്ങനെ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഏത് തരത്തിലുള്ള റിപ്പോർട്ടാകട്ടെ, ഏത് സ്റ്റേജിലുള്ള ക്യാൻസറിൻ്റെ റിപ്പോർട്ടാകട്ടെ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്, അതിനൊക്കെ എതിരെ പറയുക, ഹൂ ടോൾഡ് യു? എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കും. ദൈവത്തിൻ്റെ വചനങ്ങളിൽ കൂടെ സാത്താൻ്റെ ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തെ നിങ്ങൾ ഓവർകം ചെയ്യുക. പലതരത്തിലുള്ള പരാജയങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ പൊട്ടക്കിണറ്റിൽ നിന്നും യൗസേഫിനെ ഉയർത്തിയ ദൈവമാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് ഹൂ ടോൾഡ് യു? എൻ്റെ ദൈവം എന്നെ ഉയർത്തും എന്ന് നിങ്ങളുടെ ചുറ്റും പറയുന്നവരോട് പറയുക. നിങ്ങളുടെ തന്നെ മനസ്സിൽ പലതരത്തിലുള്ള നെഗറ്റീവ് തിങ്കിങ്, ഫ്രസ്ട്രേറ്റിംഗ് തോട്ട്സ് വരുമ്പോൾ ഹൂ ടോൾഡ് യു? ദൈവം പറഞ്ഞ അതേ വചനം നിങ്ങളുടെ വായിലും ഉണ്ടാകട്ടെ. ഏത് സാഹചര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന വചനങ്ങളും ദൈവം തൻ്റെ മക്കൾക്കായിട്ട് ഈ പുസ്തകത്തിൽ കരുതിയിട്ടുണ്ട്. ഇതിൽ നിന്നും കണ്ടുപിടിക്കുക. ദൈവത്തിൻ്റെ വചനങ്ങൾ നിങ്ങളുടെ വായിലെടുത്ത് അധരങ്ങളിൽ ഫെയ്ത്ത് ഡിക്ലറേഷൻസ് ആയിട്ട് പറഞ്ഞു ഹൂ ടോൾഡ് യു എന്ന് ലോകത്തോട് പറയുക, ചിന്തകളോട് പറയുക. ദൈവത്തിൻ്റെ വചനത്താൽ പലതരത്തിലുള്ള നെഗറ്റീവ് തിങ്കിങ്ങിനെയും പലതരത്തിലുള്ള നെഗറ്റീവ് സിറ്റുവേഷൻസിനെയും ഓവർകം ചെയ്യുക. വിശ്വാസത്തിൽ നിലനിൽക്കാൻ ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതുകൊണ്ട് fall in love with this word and fall in love with Jesus.